നമസ്കാരം. ക്രൈസ്തവ സമുദായം നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ചർച്ച ചെയ്യുവാനായി ഷെക്കീന ഒരുക്കുന്ന ചർച്ചാവേദി ഫയർ റൂമിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്രൈസ്തവ ജനസംഖ്യ ക്രൈസ്തവ സമുദായത്തെ ആശങ്കയിലാഴ്ത്തുന്ന ഒരു വസ്തുതയാണിത്. 1980-കളിൽ കേരളത്തിലെ ക്രൈസ്തവ ജനസംഖ്യ 20% മുകളിൽ ഉണ്ടായിരുന്നപ്പോൾ 2011 സെൻസസ് അനുസരിച്ച് ആ ഒരു ജനസംഖ്യ 18.4% മാറിയിരിക്കുന്നു. 2021 കണക്കുകൾ വരുമ്പോൾ അത് കുറയാൻ തന്നെയാണ് സാധ്യതയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ക്രൈസ്തവ സമുദായത്തിലെ കുറഞ്ഞു വരുന്ന ഈ ജനസംഖ്യയുടെ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കുറഞ്ഞു വരുന്ന ജനനനിരക്കും വിദേശ രാജ്യങ്ങളിലേക്കുള്ള ക്രൈസ്തവ യുവജനങ്ങളുടെ കുടിയേറ്റവുമാണ്. ഈ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ക്രൈസ്തവ ജനതയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു കുടിയേറ്റം സംബന്ധിച്ച് ഈ അടുത്ത നാളുകളിൽ വളരെയധികം ചർച്ചകൾ നടന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഷെക്കീന ഫയർ റൂം ഈ ഒരു വിഷയം ചർച്ചയ്ക്കെടുക്കുന്നത്. എന്തുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ക്രൈസ്തവ യുവജനങ്ങൾ കൂടുതലായി കുടിയേറുന്നത്? നമ്മുടെ യുവജനങ്ങൾ തൊഴിൽപരമായി നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ഇന്നത്തെ ഷെക്കീന ഫയർ റൂം ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഷെക്കീന ഫയർ റൂമിൽ നമ്മോടൊപ്പം ഉള്ളത് ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പസ്തോലിക് ഡയറക്ടർ ഫാദർ ടെജി പുതുവീട്ടിൽക്കളം, KCYM സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഷിജോ എടയാടിൽ. രണ്ടുപേർക്കും ഷെക്കീന ഫയർ റൂമിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ടെജി പുതുവീട്ടിൽക്കളം, ഈ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ക്രൈസ്തവ യുവജനതയുടെ ഒരു കുടിയേറ്റം സംബന്ധിച്ച് വളരെയധികം ചർച്ചകൾ ഈ അടുത്ത നാളുകളിൽ ഉയർന്നു വരുന്നുണ്ട്. ഇതേ സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ സഭയുടെ പക്കലുണ്ടോ? തീർച്ചയായും ഈ കുടിയേറ്റം ഒരു യാഥാർത്ഥ്യമാണ് എന്നതിന്റെ ഒരു സൂചനയാണ് നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ സീറോ മലബാർ സഭയ്ക്ക് വിവിധ രൂപതകളുടെ ഒരു രൂപീകരണം. ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത, അതോടൊപ്പം തന്നെ മെൽബൺ രൂപത, മിസിസാഗ രൂപത, ചിക്കാഗോ രൂപത ഒക്കെ. ഈ ഒരു കുടിയേറ്റത്തെ സംബന്ധിച്ച് ഒരു വ്യക്തമായ കണക്കുകൾ അങ്ങേക്ക് അവതരിപ്പിക്കാൻ സാധിക്കുമോ ഫാദർ ടെജി? നമ്മള് കണക്കുകൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുക ആദ്യമേ ഈ കുടിയേറ്റത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. കുടിയേറ്റം ഒരു സാർവത്രിക പ്രതിഭാസം, ഒരു പുതിയ പ്രസ്ഥാനമൊന്നുമല്ല. ഇത് ചരിത്രത്തോളം പ്രാധാന്യമുണ്ട്. എല്ലാ കുടിയേറ്റമില്ലാത്തൊരു ചരിത്രവും ഇല്ല. അതായത് ഈ കുടിയേറ്റത്തിന്റെ പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, അടിമത്തം, യുദ്ധം, മതമർദ്ദനം, ഉപജീവനത്തിനുള്ള വഴിയില്ലാതെ വരുമ്പോൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങള്, ഇതെല്ലാമാണ് ഈ കുടിയേറ്റത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. ചരിത്രത്തിന്റെ തുടക്കം തൊട്ട് ഏറ്റവും ആദ്യത്തെ കുടിയേറ്റം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇസ്രായേലിന്റെ കുടിയേറ്റമാണ്. ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനം പോയ കുടിയേറ്റമാണ്. പിന്നീട് നമുക്ക് ഈ ഏറ്റവും അടുത്ത കുടിയേറ്റത്തെ കുറിച്ച് നമുക്കറിയാം. ഉക്രൈൻ റഷ്യ യുദ്ധം, ഏതാണ്ട് കണക്കനുസരിച്ച് 50 ലക്ഷത്തോളം ആളുകൾ തൊട്ടടുത്ത അയൽ പ്രദേശത്തേക്കൊക്കെ കുടിയേറി. അതായത് കുടിയേറ്റം അവസാനിക്കാൻ പോകുന്നതല്ല, കുടിയേറ്റം എപ്പോഴും എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം കേരളത്തിലെ ക്രൈസ്തവരുടെ കുടിയേറ്റങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുവാൻ വേണ്ടി. വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട വിഷയം, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. അതായത് നമുക്ക് ചുറ്റുമുള്ള ILTC കോച്ചിങ് സെന്ററുകള്, വിസ റിക്രൂട്ട്മെന്റ് സെന്ററുകളൊക്കെ പരിശോധിച്ച് ഓരോ ദിവസം കൂണ് പോലെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെയൊക്കെ അർത്ഥം കുടിയേറാനുള്ള ആളുകളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു 1951 സെൻസസ് ആണ് കേരളം രൂപീകരിക്കുന്ന സമയത്ത് കേരളത്തിലെ ക്രൈസ്തവരുടെ എണ്ണം ഏതാണ്ട് 20.9%. പക്ഷെ അത് 2011 സെൻസസ് പ്രകാരം അത് വെറും 18.4 കേരളത്തിലെ ക്രൈസ്തവരുടെ എണ്ണം അത്രയധികം കുറഞ്ഞുപോയി. ഈ കോവിഡ് കാരണമാണ് ഈ കാലഘട്ടത്തിലെ സെൻസസ് മാറ്റിവെച്ചത്, നമുക്കറിയാം. അത് വരുമ്പോൾ നമ്മളെയൊക്കെ ചിലപ്പോൾ അത്ഭുതപ്പെടുത്തിയെന്നിരിക്കാം. ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ധാരാളം പേര് കുടിയേറുന്നത് എന്താണ്? അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നല്ല വിദ്യാഭ്യാസമുള്ള യുവതി യുവാക്കന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ അവരുടെ പഠനത്തിനനുസരിച്ചുള്ള തൊഴിൽ കൊടുക്കുവാൻ നമ്മുടെ സർക്കാരിനോ സ്ഥാപനങ്ങൾക്കോ സാധിക്കാത്തതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കുടിയേറ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതോടൊപ്പം തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നല്ലൊരു ജീവിത നിലവാരം അവർ പങ്കുവെക്കുന്നുണ്ട്. ഒരു തൊഴിൽ സംസ്കാരം,
നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ ഇവിടുന്ന് പോകുന്ന കുഞ്ഞുങ്ങൾ അവിടെ ചെന്നാൽ പാർട്ട് ടൈം ജോലിയാണ്, പഠനത്തോടൊപ്പം ജോലിയാണ്. നമ്മുടെ ഗാർഡനിങ് പോലെയുള്ള ജോലിക്കൊക്കെ പോവുക. PG-കാരൻ ഗാർഡനിങ് പോവാന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും സമ്മതിക്കുമോ? അതിനെ പരിഹസിച്ച് അവനെ മാറ്റി നിർത്തത്തില്ലേ? അതുകൊണ്ട് ഒരു തൊഴിൽ സംസ്കാരം പാശ്ചാത്യ രാജ്യങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് ഇവിടുന്ന് കുടിയേറുന്നവരുടെ എണ്ണമൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്ന ഒരു മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണം പറയേണ്ടത്, സർക്കാർ ആനുകൂല്യങ്ങൾ, സർക്കാർ ഉദ്യോഗം നേടിയെടുക്കുന്നതിൽ സമുദായം എന്ന രീതിയിൽ നമ്മളും ഒക്കെ ഇച്ചിരി പുറകോട്ട് പോയിട്ടുണ്ട്. നമ്മളും ഒക്കെ കുറച്ച് പുറകോട്ട് പോയിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സർക്കാർ ജോലി വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. മുമ്പേ പറഞ്ഞ കണക്ക് കൃത്യമാണ്. ഇന്ത്യയിലെ സംവരണ രീതി എടുത്താൽ നമുക്കത് കൃത്യം മനസ്സിലാവും. ഏതാണ്ട് 60% സംവരണം, 60.5% ഒക്കെ സംവരണം വരും. പട്ടികവർഗത്തിന് 7.5%, പട്ടികജാതി വിഭാഗത്തിന് 15%, OBS വിഭാഗത്തിന് 27%, EWS-ന് 10%. അങ്ങനെ ടോട്ടൽ നോക്കിയാൽ 60.5% സംവരണം. ബാക്കി 40% ഓപ്പൺ മെറിറ്റിൽ കിട്ടുക. ജോലിയും വിദ്യാഭ്യാസവും യോഗ്യതയൊക്കെ കിട്ടുന്നത് 40 മെറിറ്റിലാണ്. നമുക്കൊരു 10% ഉണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നമ്മുടെ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട മക്കൾക്ക് 10% ഉണ്ട്. ഈ 10%-ൽ എത്ര കുഞ്ഞുങ്ങൾക്ക്, അർഹതപ്പെട്ടവർക്ക് ഇപ്പം ഈ സംവരണം കിട്ടുന്നുണ്ടെന്നുള്ളതും ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ജോലി ഇല്ലായ്മയാണ് ഒരു പരിധി വരെ കുടിയേറ്റത്തിന്റെ പ്രധാനപ്പെട്ട കാരണം. എനിക്ക് തോന്നുന്നു ആ ചോദ്യത്തിന്റെ ഉത്തരം ഇതാന്ന് തോന്നുന്നു. ജോലി ഇല്ലായ്മ തന്നെയാണ്. അതോടൊപ്പം ഫാദർ ടെജി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കണക്കുകൾ നമ്മുടെ പക്കലുണ്ട്? പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ക്രൈസ്തവ സമുദായത്തിലെ അംഗങ്ങളുടെ ഒരു കണക്ക് സഭ നേതൃത്വത്തിന്റെ ഒക്കെ കയ്യിലുണ്ടോ? ഏകദേശം ഓഫീഷ്യലായിട്ടുള്ള കണക്ക് ഒരുപക്ഷെ കാണത്തില്ല. ഏതായാലും ഒരു എനിക്ക് തോന്നുന്നു 2013 അങ്ങാണ്ടാന്ന് തോന്നുന്നു കണക്കനുസരിച്ച് 5 ലക്ഷത്തോളം ക്രൈസ്തവര് അന്ന് അവിടെ കുടിയേറി എന്നുള്ളതാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ തന്നെ കുടിയേറിയിട്ടുണ്ട് എന്നാണ്. അത് ഓരോ ദിവസം ചെല്ലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസം ചെല്ലുന്നതോടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമാണ്. ഓക്കെ, ശ്രീ ഷിജോ, നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു കുടിയേറ്റത്തെ നമ്മൾ ഒരു ക്ലോസ് ആയി ഒന്ന് വാച്ച് ചെയ്യുകയാണെങ്കിൽ ഈ അടുത്ത നാളുകളായി വർദ്ധിച്ചു വരുന്ന ഒരു ട്രെൻഡ്, നേരത്തെയൊക്കെ ഒരു ഡിഗ്രി പഠനം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു PG പഠനം കഴിഞ്ഞിട്ടാണ് പലരും ഈ വിദേശ രാജ്യങ്ങളിലേക്ക്, പാശ്ചാത്യ രാജ്യങ്ങളിലേക്കൊക്കെ കുടിയേറിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ ടീനേജേഴ്സ് അല്ലെങ്കിൽ യുവജനങ്ങളൊക്കെ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോയി അവിടെ തന്നെ തുടർ പഠനം നടത്തുന്ന ഒരു സ്ഥിതി വിശേഷമാണ്. അങ്ങൊരു യുവജന സംഘടനയുടെ സംസ്ഥാന നേതാവാണ്. യഥാർത്ഥത്തിൽ എന്താണ് ക്രൈസ്തവ യുവാക്കൾ ഈ തൊഴിൽപരമായി കേരളത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ? ശ്രീ ഷിജോ. അതുപോലെ തന്നെ ഷെക്കേന ന്യൂസ് ചാനലിനെ ഞാൻ അഭിനന്ദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം സഭ നേരിടുന്ന, ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി, പക്ഷെ അത്രയും ഗൗരവമായി ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടാത്ത ഈ ഒരു വിഷയത്തെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ചർച്ചയ്ക്ക് വിധേയമാക്കാൻ കാണിച്ച ഒരു വലിയ മനസ്സിന്റെ സ്ഥിരതയ്ക്കും ഞാൻ അഭിവാദ്യങ്ങൾ സംസ്ഥാന KCYM-ന്റെ പേരിൽ തരികയാണ്. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. പൊതുസമൂഹം ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടതും സഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതും സാധ്യതകളും പരിഹാര മാർഗങ്ങളും കാണേണ്ടതും അതിനുവേണ്ടി പ്രയത്നിക്കപ്പെടേണ്ടതുമായ ഒരു വിഷയമാണിത്. കാരണം ഈ അടുത്ത കാലത്തില് ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു പള്ളിപ്പറമ്പിലെ സെമിത്തേരികൾ പോലും ഒരു 15 വർഷങ്ങൾക്ക് ശേഷം അനാഥമാക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഗൗരവമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ സഭയും സമുദായവും നീങ്ങാനുള്ള ഒരു സാധ്യതയാണ് പലരും വിലയിരുത്തപ്പെടുന്നത്. നമ്മുടെ ദേവാലയങ്ങൾ അനാഥമാക്കപ്പെടാം. അങ്ങനെ ഒരു ഗൗരവമായ വിഷയം നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ അതിന് പരിഹാരം കാണേണ്ടത് വലിയൊരു വസ്തുതയാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആകർഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ രാഷ്ട്രത്തെ സ്നേഹിക്കാനും ആ രാഷ്ട്രബോധം ഉള്ളിലുണ്ടാവാനും ആ രാഷ്ട്രത്തിന്റെ സംസ്കാരവും പൈതൃകവും കാത്തു സൂക്ഷിക്കാൻ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് കടമയുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏതൊരുവന്റെ വീട്ടിലും ഇന്ന് ഒരു വിദേശി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അംഗീകരിക്കേണ്ട വലിയ കണക്ക്. ആ വിദേശത്ത് നിൽക്കുന്ന അവന്റെ ബന്ധുമിത്രാദി ആ വിദേശത്തായിരിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്ന സുഖം, സൗകര്യം, അവന്റെ ജീവിത രീതി, അവന്റെ സംസ്കാരം സ്വാഭാവികമായിട്ടും
ആ കുടുംബത്തിലുള്ളവരെ ആകർഷിക്കുന്നുണ്ട്. ഈ ആകർഷണം നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ വളരെ വലിയ തോതിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരം കാണാൻ സാധിക്കുമെന്നുള്ളത് എന്നെ പോലുള്ളവര് ഇരുന്ന് ചിന്തിക്കാറുണ്ട്. എനിക്ക് വളരെ സങ്കടം തേറിയ ഒരു വലിയൊരു വിഷയമാണ്. കാരണം ഇതിന്റെ ഭവിഷ്യത്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കേരള സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, പ്രത്യേകിച്ച് യുവജനങ്ങളായ ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ ഒന്നാണ്. കാരണം സംഘടിതമാവാനായിട്ട് ഇന്ന് ചെറുപ്പക്കാര് നമ്മുടെ ഇടവക പരിസരങ്ങളിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വിഷയം നമ്മൾ ഗൗരവപൂർവ്വം എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഈ വിഷയത്തിന്റെ ഒരു പ്രധാന കാരണം ഇവിടെ ടെജിയച്ചൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 9 ലക്ഷത്തോളം ചെറുപ്പക്കാരാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ തൊഴിലിന് അപേക്ഷിച്ച് കേരളത്തിൽ തന്നെ കാത്തിരിക്കുന്നത്. അടുത്ത് വന്ന കോവിഡിന് ശേഷം കോവിഡ് കാലഘട്ടത്തിൽ തന്നെ 2 കോടി ജനങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് ഉള്ള കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിന് ശേഷം അവന്റെ ചുവടുവെപ്പാണ്, അവന്റെ കരിയർ അല്ല അവന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു ചുവടുവെപ്പിലേക്ക് അവൻ നീങ്ങുമ്പോൾ ഇന്ത്യ അവനെ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്ത്യയിലെ തൊഴിൽ സാധ്യതകളും തൊഴിൽ സംസ്കാരവും ഒക്കെ അവനെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഗൗരവമേറിയ ഒരു സാധ്യതകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവിക ഇന്ന് അവന് ബാങ്ക് ലോൺ സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. വിദേശത്തേക്ക് പോകാനായിട്ട് ബാങ്ക് വായ്പകൾ സൗകര്യങ്ങൾ ക്രമീകരിച്ച് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ അങ്ങോട്ട് ചേക്കേറാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ തൊഴിൽ സംസ്കാരത്തിനും നമ്മുടെ തൊഴിൽ സാധ്യതകൾക്കുമൊക്കെ പുതിയ അതിർവരമ്പുകള്, പുതിയ സാധ്യതകൾ തുറക്കാനായിട്ട് ബന്ധപ്പെട്ടവര് ശ്രമിച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ക്രിസ്ത്യാനികൾ കുടിയേറ്റ മേഖലയിലേക്ക്, പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക്, പാശ്ചാത്യ സംസ്കാരങ്ങളിലേക്ക് കുടിയേറാനായിട്ടുള്ള അവരുടെ ആഗ്രഹ തീഷ്ണതയും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫലം വളരെ ഗൗരവമാണ്. നമ്മുടെ പള്ളികൾ അനാഥമായിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ദേവാലയം അനാഥമായി, നമ്മുടെ കുടുംബങ്ങൾ അനാഥമായിക്കൊണ്ടിരിക്കുന്നു, പ്രായമേറിയ മാതാപിതാക്കൾ മാത്രമായി നമ്മുടെ കുടുംബങ്ങൾ ചുരുങ്ങുന്നു. ചുരുക്കത്തിൽ കേരള സഭ അത് അനാഥമാകും എന്നുള്ള ഒരു വലിയ ഒരു ഗൗരവമേറിയ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നത്. വളരെ ഗൗരവമേറിയ ആശങ്കകളാണ് ശ്രീ ഷിജോ പങ്കുവച്ചത്. ഫാദർ ടെജി, ഒരു കാര്യത്തിന് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. നമുക്കറിയാം 1960കളിലൊക്കെ ഒരു ഗൾഫിലേക്കുള്ള ഒരു കുടിയേറ്റം അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ഗൾഫ് കുടിയേറ്റവും ഈ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള ഒരു കുടിയേറ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തു എന്തുകൊണ്ടാണ് യുവജനങ്ങളൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത്. ഇത്തരത്തിലുള്ള ഒരു കുടിയേറ്റം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു സാമൂഹിക ഘടനയിൽ സൃഷ്ടിക്കുന്ന ആഘാതം എന്തൊക്കെയാണ്? ഫാദർ ടെജി, 2 ചോദ്യങ്ങള് വളരെ വ്യക്തമാണ്. എനിക്ക് തോന്നുന്നത് ഗൾഫിലേക്കുള്ള കുടിയേറ്റം 1930കളുടെ ആരംഭങ്ങളിലാണ് ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ കണ്ടെത്തുന്നത്. ഈ എണ്ണ കണ്ടെത്തല് അവരൊരു വാണിജ്യ അടിസ്ഥാനത്തിൽ വിറ്റഴിക്കുവാൻ വേണ്ടി അവർ ആലോചിച്ചു തുടങ്ങിയത് 1950കളുടെ ആരംഭങ്ങളിലാണ്. ഈ 50കളുടെ ആരംഭത്തിലാണ് ഗൾഫ് രാജ്യങ്ങള് പ്രവാസികളെ സ്വാഗതം ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് 2010 കണക്കനുസരിച്ച് ഏതാണ്ട് 30 ലക്ഷം മലയാളികൾ ഗൾഫിലേക്ക് കുടിയേറി. ഇത് പക്ക അതിന്റെ ചരിത്രമാണ്. 30 ലക്ഷം മലയാളികൾ അവിടെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറി. അപ്പൊ ഈ 30 ലക്ഷം മലയാളികൾ കുടിയേറി അവിടുന്ന് വരുന്ന ഒരു വർഷത്തെ വരുമാനം എന്ന് പറയുന്നത് കേരളത്തിന്റെ നട്ടല്. അതുകൊണ്ടാണ് പ്രവാസികൾ കേരളത്തിന്റെ നട്ടല്ലാന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് 681 കോടി അമേരിക്കൻ ഡോളറിന് തുല്യമായൊരു തുക ഒരു വർഷം ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വന്നിരുന്നു. അത് നമ്മുടെ സാമ്പത്തിക ഭദ്രത, കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വലിയ ബലമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാസികൾ ഒരു കുടിയേറ്റമല്ല, പ്രവാസ ജീവിതം. ഗൾഫ് രാജ്യങ്ങൾ പ്രവാസ ജീവിതമാണ്. അവര് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അവര് തിരിച്ച് നാട്ടിലേക്ക് വരും. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്നത് അവർ ആ രാജ്യത്തിൻ്റെതായി മാറുകയാണ്.
പെർമനന്റ് വിസ എടുത്ത് അവര് രാജ്യത്തിൻ്റെതായി തീരുകയാണ്. അതായത് അവർ ആ രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുന്നു അല്ലെ? ആ രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചു. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമാണ്. ഗൾഫിലെ അവരുടെ അധ്വാനം മുഴുവനും കേരളത്തിലേക്ക് വരുമ്പം പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്നവര് അവരുടെ അധ്വാനവും എല്ലാം ഇനിയും കാലഘട്ടങ്ങളിൽ എല്ലാ സംസ്കാരവും എല്ലാം അങ്ങോട്ടങ്ങ് മാറുകയാണ്. അതായത് അവരുടെ വരും തലമുറയും അവിടെ തന്നെ സെറ്റിൽ ആവുന്നു. അവിടെ തന്നെ സെറ്റിൽ ആവും. അവരൊരു കാലഘട്ടത്തിൽ അവർ തിരിച്ച് നാട്ടിലേക്ക് വരികയില്ല. ഇതാണ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുക എന്ന് പറയുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കല്ല പോകുന്നത്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചെതറിപ്പോവുക. നമ്മുടെ ക്രൈസ്തവ സമൂഹം കുറച്ചേ ഉള്ളൂ, അത് തന്നെ ചെതറിപ്പോവുക. അതുകൊണ്ട് എന്താ സംഭവിക്കുക? നമ്മുടെ ഒരു സാംസ്കാരിക പൈതൃകം, നമ്മുടെ സംഘടനാ ശക്തി, ക്രൈസ്തവരുടെ സംഘടനാ ശക്തി ക്ഷയിച്ചു പോകും. ഇത് മുമ്പേ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ഷിജോ സൂചിപ്പിച്ചിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ പോകുന്നത് നമ്മുടെ ഒരു സംഘടനാ ശക്തിയൊക്കെ ക്ഷയിച്ചു പോകും. അതിന് പെട്ടെന്ന് നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകാൻ പറ്റും. ഏതാണ്ട് 1950-കളില് കേരളത്തില് 10,000-നടുത്ത് യഹൂദന്മാരുണ്ടായിരുന്നു. എന്നാൽ ഒരു കുടിയേറ്റം വന്നു, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക്, ഇസ്രായേലിലേക്കുമാണ് അവർ കുടിയേറിയത്. ഇപ്പോൾ എന്താ സംഭവിച്ചത്? അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് കൈവിരലിൽ എണ്ണാവുന്ന യഹൂദന്മാരെ ഉള്ളൂ ഇപ്പൊ കേരളത്തില്. ഇതുപോലെ തന്നെയാണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പം യഹൂദന്മാര് ഇവിടുന്ന് പോയപ്പോൾ എന്താ സംഭവിച്ചത്? അവരുടെ സിനഗോഗും അവരുടെ സ്ഥാപനങ്ങളൊക്കെ ചുമ്മാ ആളൊഴിഞ്ഞ ഒന്നായി മാറിയിരിക്കുക. അതാണ് ബഹുമാനപ്പെട്ട ഷിജോ പ്രസിഡന്റ് പറഞ്ഞത്, സിമിത്തേരികൾ പോലും അനാഥമായി മാറും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നമ്മുടെ ഇവിടുന്ന് കുടിയേറുമ്പം ക്രൈസ്തവരുടെ ഒരു സംഘടനാപരമായ ശക്തിയൊക്കെ ക്ഷയിച്ച് ഇല്ലാതാകും. അതാണ് ഒന്നാമത്തെ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിൽ നിന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് നമ്മുടെ മക്കൾ കുടിയേറുമ്പം നേരിടാൻ പോകുന്ന അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്, കുടിയേറുന്ന ഈ മക്കളുടെ മാതാപിതാക്കന്മാര് നാട്ടിൽ ഒറ്റപ്പെട്ടു പോകും. വലിയ ഭവനങ്ങള്, കെട്ടിടങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ആ ഭവനങ്ങൾ താമസിക്കുന്നത് ഒരു ഒക്കെ ആയിരിക്കും. അവര് ഒറ്റപ്പെട്ട അവസാനം സങ്കടത്തോടെ മരണപ്പെടും. ഈ ഒരു അവസ്ഥ ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പല ഭവനങ്ങളിലും വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നവർ മാത്രമേ ഉള്ളൂ. പല പ്രവാസി കുടുംബങ്ങളിലും നാട്ടിൽ ഇപ്പൊ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നവരേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ചങ്ങനാശ്ശേരി അതിരൂപത പ്രവാസി അപ്പോസ്റ്റലേറ്റിന്റെ 4ാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്, പ്രവാസികളായിരിക്കുന്നവരുടെ മാതാപിതാക്കന്മാരെയും മക്കളെയും പരിഗണിക്കുക, സഭയുടെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കാവുന്ന എല്ലാ നന്മകളും അവർക്ക് ചെയ്തു കൊടുക്കുക. അത് ഞങ്ങൾ നന്നായിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രവാസം, ഈ കുടിയേറ്റം ശക്തമായാൽ നമ്മുടെ നാട്ടിലെ മാതാപിതാക്കന്മാര് ഒറ്റപ്പെട്ടു പോകും. അവര് മക്കളുടെ സാന്നിധ്യമില്ലാതെ സങ്കടത്തോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ വരും. അതോടൊപ്പം തന്നെ പരമ്പരാഗതമായി നമുക്ക് കിട്ടിയ ഭൂസ്വത്തും വസ്തുക്കളൊക്കെ ലക്ഷ്യമില്ലാതെ പോവുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് ക്രൈസ്തവ സമൂഹം ആഴത്തില് ചിന്തിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നു. വളരെ പ്രധാനപ്പെട്ട, എനിക്കൊന്ന് കുടിയേറ്റം കൊണ്ട് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്. സഭയുടെ ശക്തി, സംഘടനാപരമായ ശക്തി, ഒരു സംസ്കാരപരമായ പൈതൃകങ്ങളെ ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ട് ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന ദീർഘദൂരത്തോടുകൂടി നമ്മൾ കാണണം. ഇതാണ് നമ്മൾ നേരിടുന്ന വെല്ലുവിളി. ഓക്കെ, വളരെ വ്യക്തമാണ്. ആശങ്ക ജനിപ്പിക്കുന്ന വസ്തുക്കളാണ് ഫാദർ ടെജി പങ്കുവച്ചത്. ശ്രീ ഷിജോ, ഈ കുടിയേറ്റത്തെ സംബന്ധിച്ച് ഒരു 2 ഫാക്ടർ കൂടി നാം ഒന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഒന്ന്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിലെ ഒരു ഭൂരിപക്ഷം പേരും ഒരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ ഫാദർ ടെജി സൂചിപ്പിച്ച ഈ സംവരണ വിഷയം, ഈ കാർഷിക മേഖലയിലെ ഈ ഒരു തകർച്ച, ഈ ഒരു സംവരണ വിഷയം, ഇത് എത്രത്തോളം ഈ ക്രൈസ്തവ സമുദായങ്ങളുടെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റത്തെ സ്വാധീനിച്ചിട്ടുണ്ട്? ശ്രീ ഷിജോ. നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളം കർഷകരുടെ മണ്ണാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ നേരിടുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ഗൗരവമേറിയതാണ്. നമ്മുടെ സഭാ മക്കള്, വിശ്വാസികളില് ബഹുഭൂരിപക്ഷം പേരും മണ്ണിൽ പണിയെടുത്ത്, മണ്ണിൽ അധ്വാനിച്ച് അവരുടെ ജീവിത മാർഗവും ജീവിത ചെലവും ഒക്കെ നേടിയെടുക്കുന്ന ആളുകളാണ്. കർഷകരുടെ മക്കളാണ് നമ്മുടെ ബഹുഭൂരിപക്ഷം ക്രൈസ്തവ മുഖങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ
ഇന്ന് കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധി, മാറി മാറി വരുന്ന സർക്കാരുകൾ കാർഷിക മേഖലയോട് കാണിക്കുന്ന അവഗണന, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കാർഷിക സമ്പത്തിനെ തകർക്കുന്നു. കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തിന്റെ കാർഷിക മേഖലയെ തകർക്കുന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ ബഫർ സോൺ പോലും വളരെ ഗൗരവമേറിയ ചർച്ചാ വിഷയമായിട്ട് നിലനിൽക്കുമ്പോൾ നമ്മുടെ കൊച്ചു കേരളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വേറെ പല ആളുകളെ പറ്റിയും നിറങ്ങളെ പറ്റിയും ഒക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു ജനത ദുരിതത്തിലാവാനായിട്ട് പോകുന്നു, അവന്റെ അധ്വാനങ്ങള് നശിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ജനപ്രതിനിധികള് മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ള ഗൗരവമേറിയ ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിലനിൽക്കുന്നത്. നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാവുന്ന പ്രളയം, മുന്നൊരുക്കമില്ലാതെ പെയ്യുന്ന മഴകള്, പ്രളയ സാധ്യത കർഷകന്റെ സ്വപ്നത്തെയാണ് ഇല്ലാതാക്കുന്നത്. ഏപ്രിൽ മാസത്തില് ഈ ചങ്ങനാശ്ശേരി, കുട്ടനാട് മേഖലകളില് നെല്ലറകളെ തകർത്തുകൊണ്ട് പെയ്ത മഴകള്, അതിൽ മൂലം ഉണ്ടായ കോടികളുടെ നഷ്ടം, അതുമൂലം ആത്മഹത്യയിലേക്ക് വീണുപോയ കർഷകരെ. അപ്പം ഒരു തലമുറയുടെ അവസാനം എന്ന് പറയുന്നത് ഇന്ത്യയിലെയും കേരളത്തിന്റെയും കാർഷിക മേഖലയുടെയും കൂടി അവസാനമാണ്. കർഷകരുടെ മക്കൾ ഈ മേഖലയിലേക്ക് തിരിയുന്നില്ല. കാരണം തിരിയാൻ ഈ മേഖല അവരെ ആകർഷിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവരുടെ മാതാപിതാക്കൾ പോലും അവരെ പിന്തിരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത, ഗൗരവമേറിയ വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഒരു തലമുറയുടെ അവസാനത്തോടു കൂടി എനിക്ക് തോന്നുന്നു നമ്മുടെ കൊച്ചു കേരളവും നമ്മുടെ രാജ്യവും നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് കാർഷിക മേഖലയുടെ പ്രതിസന്ധി. ഈ ഗൗരവമായി മറികടക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യയുടെ, ഈ കേരളത്തിന്റെ ഒക്കെ കാർഷിക സമ്പത്ത് കാത്തു സൂക്ഷിക്കാനായിട്ട് അതിനെ ആപ്പെടണം, അതിനെ സ്നേഹിക്കണം. കർഷകരെ സ്നേഹിക്കാനും ചേർത്ത് നിർത്തുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും വരും തലമുറയ്ക്ക് ഇതൊരു സാധ്യതയാണെന്ന് ബോധ്യപ്പെടുത്താനും തരത്തിലുള്ള നിയമ സംവിധാനങ്ങളും നിലപാടുകളും തീരുമാനങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് നിലവിൽ വരണം. രണ്ടാമതായിട്ട് സംവരണം, അത് ഗൗരവമേറിയ വിഷയമാണ്. നമ്മുടെ കുട്ടികൾ അല്ലെ നമ്മുടെ യുവാക്കന്മാർ എന്തുകൊണ്ട് ഗവൺമെന്റ് സെക്ടറുകളിലേക്ക് ജോലിക്ക് അന്വേഷിക്കുന്നില്ല? വാസ്തവത്തിൽ ആ മേഖലയിലെ ഒക്കെ ജോലിക്കായിട്ട് തേടുന്നവരുടെ കഷ്ടപ്പാട് നോക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം ന്യൂനപക്ഷം എന്ന് നമ്മളെ വിളിക്കുകയും എന്നാൽ ആ ന്യൂനപക്ഷം എന്ന നിലയിൽ ഈ സമുദായത്തിന് ലഭിക്കേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും നമ്മുടെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ മറ്റ് സാധ്യത തേടും. ഇത് ഗൗരവമേറിയ ഒരു വിഷയമാണ്. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ന്യൂനപക്ഷത്തിന് ലഭിക്കേണ്ട അവകാശങ്ങളിൽ ക്രിസ്ത്യാനിയെ മാറ്റി നിർത്തുമ്പോൾ ഈ അവകാശവും ആനുകൂല്യവും ലഭിച്ചുകൊണ്ട് മറ്റു സമുദായത്തിലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകൾ ഗവൺമെന്റ് മേഖലയിലേക്ക് ജോലിക്ക് പോകുമ്പോൾ നമ്മുടെ യുവാക്കന്മാർക്ക് അവരുടെ ഭാവി സംരക്ഷിക്കാൻ, അവരുടെ കുടുംബം സംരക്ഷിക്കാൻ വിദേശത്തേക്ക് ചേക്കേറാൻ നിർബന്ധിതനായിരിക്കുകയാണ്. അപ്പം ന്യൂനപക്ഷ എന്ന നിലയിൽ ക്രിസ്ത്യാനി നേരിടുന്ന പ്രതിസന്ധിയും വിദേശത്തേക്ക്, പാശ്ചാത്യ രാജ്യത്തേക്ക് ചേക്കേറാനായിട്ട് യുവാക്കന്മാരെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം. വ്യക്തമാണ്. ഷിജോ സാറ് പറഞ്ഞതിന്റെ കൂട്ടത്തില് കാര്യം കൂടെ ആഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാം. നമ്മുടെ ഈ കുടിയേറ്റത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കാർഷിക മേഖലയിലെ തകർച്ചയാണ്. അത് നമ്മൾ വളരെ പ്രധാനപ്പെട്ടായിട്ട് ചർച്ചാ വിഷയം ആക്കേണ്ടതാണ്. അതായത് ക്രൈസ്തവരിൽ ഭൂരിഭാഗവും കർഷകരാണ്. ഇതാണ് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടത്. ക്രൈസ്തവരിൽ ഭൂരിഭാഗവും കർഷകരാണ്. അപ്പൊ ഈ കാർഷിക തകർച്ച, വില തകർച്ച, വിളനാശം ഇത് സംഭവിച്ചാൽ നമുക്കിവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രവാസികൾ, തിരിച്ചു വന്ന പ്രവാസി അപ്പോസ്റ്റലേറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ 300 ഏക്കർ തിരിച്ചു വന്ന പ്രവാസികള് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ആരംഭിച്ച് 300 ഏക്കർ കരുനാഗപ്പള്ളിയിൽ കൃഷി ആരംഭിച്ചു. കൃഷിയുടെ ഫലം എന്ന് പറയുന്നത് 1/3 ഭാഗം പോലും ഞങ്ങൾക്ക് കൊയ്തെടുക്കാൻ പറ്റിയില്ല. ഷിജോ സാർ പറഞ്ഞതുപോലെ പെട്ടെന്ന് മഴ വന്നു, നശിച്ചുപോയി. ഏതാണ്ട് 1 കോടിയോളം രൂപ മുടക്കി 300 ഏക്കറില് തരിശുഭൂമിയെ കൃഷിഭൂമിയാക്കി മാറ്റുക എന്ന വലിയ കാഴ്ചപ്പാട്, അഭിനന്ദ പെരുന്തോട്ട പിതാവിന്റെ കാഴ്ചപ്പാടിനെ പ്രവാസികളായ ഞങ്ങൾ സ്വീകരിച്ചതാണ്. പക്ഷെ ഫലം എന്ന് പറഞ്ഞ 1 കോടി രൂപ മുടക്കിയിട്ട് നമുക്കൊന്നും കിട്ടാത്ത ഒരു അനുഭവമുണ്ട്. അതിന് ഗവൺമെന്റുകൾ സപ്പോർട്ട് ചെയ്യണം. ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ പ്രവാസികളെ ഇങ്ങനെ ആകർഷിച്ച് കൃഷിയിലേക്ക് ഇറക്കുവാനും
അവരെ ഇവിടെ പിടിച്ചു നിർത്താനും നമുക്ക് സാധിക്കും. ഓക്കെ, ഞാൻ ഒരു സമയ പരിമിതി മൂലം ഇടപെടുകയാണ്. നമ്മുടെ ഈ ചർച്ച പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ ഇതുവരെ നമ്മൾ പ്രതിസന്ധികളെ കുറിച്ച് ചർച്ച ചെയ്തു. എങ്ങനെ നമ്മുടെ യുവജനങ്ങളെ നമ്മുടെ നാട്ടിൽ തന്നെ പിടിച്ചു നിർത്താൻ സാധിക്കും, അതിനെപ്പറ്റി കൂടി ചർച്ച ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോഗ്രാം പൂർണ്ണമാവുകയുള്ളൂ. ഫാദർ ടെജി, അങ്ങേക്ക് ആ ആശയങ്ങൾ പങ്കുവയ്ക്കാം. കുടിയേറ്റം കുറയണമെങ്കിൽ നമ്മുടെ യുവജനങ്ങള് കേരളത്തിലുണ്ടാകണം. അതിനാദ്യം ചെയ്യേണ്ടത് എനിക്ക് തോന്നുക ഒരു ബോധവൽക്കരണമാണ്. അവര് കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ആയിരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വ്യക്തമായി ഈ ഒരു ബോധവൽക്കരണം കൊടുക്കണം. എനിക്ക് തോന്നുന്നത് അതിന് തുടക്കമാണ് ഷെക്കീന TV ഇന്ന് തുടങ്ങി വെച്ചിരിക്കുന്നത്. അതിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. പ്രവാസികളുടെ ഡയറക്ടറേറ്റ് എന്ന നിലയിൽ ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. രണ്ടാമത്തത്, രാജ്യം നൽകുന്ന അവസരങ്ങളെ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുവാൻ നമ്മളെ അവരെ പ്രാപ്തരാക്കണം. അത് സഭയുടെ ഭാഗത്തു നിന്നും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. രാജ്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് സ്വന്തമാക്കുവാൻ വേണ്ടി അവരെ പ്രാപ്തരാക്കണം. പിന്നീട് നമുക്ക് ചെയ്യേണ്ടത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നമ്മുടെ യുവജനങ്ങൾക്ക് കൊടുക്കണം. അത് പലപ്പോഴും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, സാവധാനം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. യുവജനങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കണം. നമ്മൾ സാധാരണ യുവജനങ്ങൾക്ക് വേറൊരു മോട്ടിവേഷൻ കൊടുക്കണം. നമ്മളിപ്പോ തൊഴിൽ അന്വേഷിച്ചു പോകുന്നവരാണ്. നമ്മുടെ യുവജനങ്ങളോട് പറയണം, നിങ്ങൾ തൊഴിൽ കൊടുക്കുന്നവരായി മാറണം, തൊഴിൽ ദാതാക്കളാകണം, അല്ലെ? അതെ, തീർച്ചയായിട്ടും തൊഴിൽ ദാതാക്കളായിട്ട് അവര് മാറണം. അവരോട് പറയണം, നമ്മുടെ ഈ ഭാരതം എന്ന 135 കോടിയിൽ പരം ജനങ്ങളുള്ള ഈ ഇന്ത്യ എന്ന ഭാരത മണ്ണില് എന്തുമാത്രം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. നമ്മുടെ യുവാക്കന്മാർ മിടുമിടുക്കന്മാരാണ്. അവര് വിചാരിച്ചാൽ ധാരാളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ യുവാക്കന്മാർക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ ഈ പറഞ്ഞ കൃഷി മേഖലയിലെ പുതിയ സാധ്യതകളെ കണ്ടെത്തുവാൻ വേണ്ടി. ഇപ്പൊ കുട്ടനാട്ടിലൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പൊ നെല്ലിറക്കുന്നത്? മിഷനറികൾ വന്നതുകൊണ്ടാണ്, മിഷൻ വർക്കുകൾ വന്നുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ആളുകൾ അതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ചർച്ച ചെയ്ത സർക്കാർ ആനുകൂല്യങ്ങളും ഉദ്യോഗവും നേടിക്കൊടുക്കുവാൻ വേണ്ടിയുള്ള ക്രമീകരണം. യുവജന പ്രസ്ഥാനത്തിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ഒക്കെ അല്ലേ, അവർ ഒന്നിച്ച് ആലോചിക്കണം. അവിടെ PSC കോച്ചിങ് സെന്ററുകൾ ആരംഭിക്കുക. മറ്റു തരത്തിൽ ഞങ്ങൾ പ്രവാസി അപ്പോസ്റ്റലേറ്റ് ഒരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ട്. ലിറ്റി സ്റ്റാർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു പദ്ധതി. അതായത് പ്രവാസികളുടെ മക്കള് കേരളത്തിലുണ്ടാകണം, കേരളത്തിലെ തലപ്പത്തുണ്ടാകണം, പല ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ട് അവർ മാറണം. അതിനുവേണ്ടി അവരെ സിവിൽ സർവീസ് കോച്ചിങ്ങിനൊക്കെ ഞങ്ങൾ വിടാൻ തുടങ്ങി. കഴിഞ്ഞ വർഷം ഞങ്ങൾ 2 കുഞ്ഞുങ്ങളെ വിട്ട് ഈ പ്രാവശ്യവും 2 മക്കളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കാരണം പ്രവാസികളുടെ മക്കളെ നാട്ടിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ ഇവിടുന്ന് പോവുകയാണെങ്കിൽ അവരെ നാട്ടിൽ കൊണ്ടുവന്ന് അവരെ നാട്ടിൽ നിർത്തണം എന്ന ലക്ഷ്യത്തിൽ പ്രവാസി അപ്പോസ്റ്റലേറ്റ് ആരംഭിച്ചിരിക്കുന്നത്. എനിക്കൊന്ന് അങ്ങനെയൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ നാട്ടിൽ പിടിച്ചു നിർത്താൻ സാധിക്കും. വളരെ പ്രസക്തമാണ്. ശ്രീ ഷിജു, അങ്ങേക്ക് കൂട്ടിച്ചേർക്കാം. നമുക്കറിയാം, നമ്മുടെ യുവജനങ്ങളോട് പോകരുതെന്ന് നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ പോകരുത് എന്നതിനു കൂടി നമ്മൾ ഉത്തരം നൽകണം. എങ്ങനെ നമ്മുടെ യുവജനങ്ങളെ നമുക്ക് നാട്ടിൽ പിടിച്ചു നിർത്താൻ സാധിക്കും? ചുരുങ്ങിയ വാക്കുകളിൽ ശ്രീ ഷിജു. ഇത് തോന്നുന്നത് വലിയൊരു പ്രോസസ്സാണ്. ഇപ്പം ക്രൈസ്തവര് ആകർഷിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളെ ഫോക്കസ് ചെയ്യണം. ഞാൻ പറയുന്നു, 7ലും 8ലും ഒക്കെ തുടങ്ങി നമ്മൾ പരിശീലനങ്ങൾ ആരംഭിക്കണം. ഗവൺമെന്റ് സെക്ടറിലെ തൊഴിൽ സാധ്യതകൾ നമ്മുടെ ചെറുപ്പക്കാർക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്കും പറഞ്ഞു കൊടുക്കണം. എനിക്കത് കുറെ കൂടി സ്വീകാര്യമാകുന്നത് 7ലും 8ലും തുടങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് കേവലം ഒരു LD ക്ലർക്ക് പരീക്ഷ മാത്രമല്ല, SC പോലുള്ള പരീക്ഷകളിലൂടെ ഗവൺമെന്റ് സെക്ടറിലെ ജോലിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ശമ്പളം, ഇന്ത്യ എന്ന രാജ്യത്ത് ജീവിക്കാനും വളരുവാനും അഭിവൃദ്ധി പ്രാപിക്കുവാനുമുള്ള ശമ്പളം ഗവൺമെന്റ് സെക്ടറിലൂടെ തൊഴിലിലൂടെ ലഭിക്കുമെന്നുള്ള ഒരു ബോധ്യം ആദ്യം കൊടുക്കണം. രണ്ടാമതായിട്ട് എനിക്ക് തോന്നുന്നു, നമ്മൾ കുറെ സംരംഭകരെ അന്വേഷിക്കണം. ബിസിനസ് മേഖലകളിൽ ക്രൈസ്തവർ പിന്നോക്കം പോയി എന്നുള്ളത് ഗൗരവമേറിയ ഒരു വിഷയം തന്നെയാണ്. ബിസിനസ് മേഖലയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ കുറെ കൂടി നമ്മൾ സംഭാവന ചെയ്യണം. ബിസിനസ് മേഖലയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ ഇറക്കാനായിട്ടുള്ള സാധ്യതകൾ നമ്മൾ ചർച്ച ചെയ്യണം. ബിസിനസ് മേഖലയിൽ വിജയിച്ചവരുമായിട്ട് നമ്മൾ സംവാദങ്ങൾ സൃഷ്ടിക്കണം, അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കണം. സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനായിട്ട് നമ്മുടെ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിക്കണം. അതിന് വിവിധ തരത്തിലുള്ള വായ്പാ സംവിധാനങ്ങൾ ഉണ്ട് എന്നും അങ്ങനെ ബിസിനസ് മേഖലകളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ കടന്നു വരുവാനായിട്ടുള്ള നിയതമായ നടപടികളും ചർച്ചകളും ചിന്തകളും ഒക്കെ സഭയ്ക്കുള്ളിൽ നിന്ന് ഉണ്ടാവണം. പ്രത്യേകിച്ച് മൂന്നാമതായിട്ട് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കണം. ഒരു സമുദായം എന്ന നിലയിൽ നേരിടുന്ന അവകാശങ്ങള് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ട്
ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ജീവിക്കാനായിട്ട് ജോലി സാധ്യതകൾ ഒരു ന്യൂനപക്ഷ ഒരു ബോധ്യം നമ്മുടെ ചെറുപ്പക്കാർ. 4, ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ സ്നേഹിക്കാൻ, അതിന്റെ സംസ്കാരത്തെ സ്നേഹിക്കാൻ, അതിന്റെ പൈതൃകത്തെ ചേർത്ത് പിടിക്കാനായിട്ട് സമുദായ ബോധത്തോടൊപ്പം ആ ഒരു പ്രക്രിയയും കൂടി നമ്മൾ ആരംഭിക്കണം എന്നുള്ളതാണ് എനിക്ക് പങ്കുവെക്കാനായിട്ടുള്ള ഒരു ചുരുങ്ങിയ സമയത്തുള്ള എന്റെ നിർദ്ദേശം. വളരെ പ്രസക്തമാണ്. ക്രൈസ്തവ സമുദായത്തിന്റെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം ക്രൈസ്തവ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ ഭാവിയിൽ സൃഷ്ടിക്കാൻ ഇടയുള്ള പ്രതിസന്ധികളെ കുറിച്ച് വളരെ വ്യക്തമായി ഈ ചർച്ച പങ്കുവച്ചു. അതോടൊപ്പം എങ്ങനെ നമ്മുടെ യുവജനങ്ങളെ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്തണം എന്നതിനെ പറ്റിയും വ്യക്തമായ ആശയങ്ങൾ, വളരെ മാതൃകയാകുന്ന ആശയങ്ങളും ഫാദർ ടെജിയും ശ്രീ ഷിജോയും പങ്കുവച്ചു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ ടെജി പുതുവീട്ടിക്കളം, ശ്രീ ഷിജോ, രണ്ടുപേർക്കും നന്ദി.